അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 29 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇതാണ് ചോദ്യം. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കർണം ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു മട്ടത്രികോണമാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്കൊരു മട്ടത്രികോണം വരയ്ക്കുക. ഇത് നമ്മുടെ മട്ടത്രികോണം. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കർണം. ഈ കർണത്തിൻ്റെ നീളം തന്നിട്ട് നമുക്ക് 1.5 മീറ്റർ അല്ലേ? 1.5 മീറ്റർ. 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 1.5 മീറ്റർ. ഇനി ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് 1/2 മീറ്റർ അല്ല, 1/2 മീറ്റർ. 1/2 മീറ്റർ. 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. ഇതിൻ്റെ ചുറ്റളവാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ചുറ്റളവ് എന്ന് പറയുന്നത് 3 വശങ്ങളുടെയും കൂടി കൂട്ടുന്ന തുകയാണ് ചുറ്റളവ് അല്ലേ? അപ്പോൾ ചുറ്റളവ് കിട്ടണം നമുക്ക് എന്ത് വേണം? ഈ ലംബം കിട്ടണം, അതായത് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടണം. പൈത്തഗോറസ് സിദ്ധാന്തം അറിയാം. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് h സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഏതാണ്? ആൾട്ടിറ്റ്യൂഡാണ് അല്ലേ? എ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു h സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? h ഹൈപ്പോട്ടനസ് എത്രയാണ്? 1.5 അല്ലേ? കാരണം 1.5. അപ്പോൾ 1.5 സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ 0.5 സ്ക്വയർ ഈക്വൽ ടു 1.5ൻ്റെ സ്ക്വയർ. അതായത് നമ്മൾ ആദ്യം 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 അല്ലേ? അപ്പോൾ 15 × 1.5 × 1.5 ആണ്. അപ്പോൾ 2 സ്ഥാനം നമ്മൾ നീക്കി കുത്തിടാം. അപ്പോൾ 2.25 മൈനസ് 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. അപ്പോൾ 0.5 2 പോയിൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി കുത്തിടാം. അപ്പോൾ 0.25. അപ്പോൾ നമുക്ക് എ സ്ക്വയറിൻ്റെ വില കിട്ടി 2. എ ഈസ് ഈക്വൽ ടു √2 അല്ലേ? അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കിട്ടി, ലംബം കിട്ടി √2. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? പെരിമീറ്റർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? പെരിമീറ്റർ ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 3 വശങ്ങൾ കൂടി കൂട്ടുന്നതാണ് അല്ലേ? അതായത് h പ്ലസ് ബി പ്ലസ് എ. അപ്പോൾ നമുക്കിവിടെ 3 വശങ്ങളുടെ നീളം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഇതെത്ര കിട്ടി? √2. ഈക്വൽ ടു h എത്രയാണ്? 1.5 അല്ലേ? അപ്പോൾ 1.5 പ്ലസ് ബേസ് 0.5 പ്ലസ് ലംബം എത്രയാണ്? √2. അതായത് 1.5 0.5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടി പ്ലസ് √2. 2 പ്ലസ് √2. 2 √2 എന്ന് എഴുതരുത്, 2 പ്ലസ് √2. ഇനി നമുക്കറിയാം √2ൻ്റെ വാല്യൂ നമുക്കറിയാം. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414 അല്ലേ? ഇതാണ് നമ്മുടെ വാല്യൂ. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് 2 സ്ഥാനത്തിന് കണ്ടാൽ മതി അല്ലേ? അതായത് അപ് ടു എ സെൻറ്റിമീറ്റർ. അപ് ടു എ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 2 സ്ഥാനം കണ്ടാൽ മതി. അത് 4.1 മാത്രം എടുത്താൽ മതി. അങ്ങനെയാണ് 2 പ്ലസ് √2ൻ്റെ ഇത്ര എടുത്താൽ മതി. 1.41 അത്ര എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3.41 മീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കി അതിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? ഇവയിലൊന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്ററാണ്? ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ചുറ്റളവ് കാണണം. പിന്നെയോ മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ആ ടോട്ടൽ ത്രികോണത്തിൻ്റെ ചുറ്റളവും ഈ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദിസ്, അതായത് ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? 3 വശത്തിൻ്റെ അളവ് കിട്ടണം അല്ലേ? അപ്പോൾ ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ ആണെങ്കിൽ ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 വശവും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് എത്ര ആയിരിക്കും?
ഇവിടെയും 2 മീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതും 2, ഈ സൈഡും 2 മീറ്റർ മൊത്തം. അപ്പോൾ നമുക്ക് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് 1 മീറ്റർ ആയിരിക്കും, ഈ ഭാഗം 1 മീറ്റർ ആയിരിക്കും, മൊത്തം 2 മീറ്റർ. അപ്പോൾ ആദ്യം നമുക്കിവിടെ ചെറിയ ട്രയാങ്കിളിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ സ്മോൾ ട്രയാങ്കിൾ, അതിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കർണത്തിൻ്റെ നീളം നമുക്കറിയാം 2 മീറ്റർ, ഇതാണ് ബേസ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലംബത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതേ തന്നെ ഇക്വേഷൻ ഇത് തന്നെ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ, ലംബം. അപ്പോൾ നമുക്കറിയാം A² = H² മൈനസ് B² = ഇതിൽ H എത്രയാണ്, 2 അല്ലേ, കാരണം 2² മൈനസ് ബേസ് 1 ആണ്, 1² = 4 മൈനസ് 1 3. അപ്പോൾ A² 3 ആണ്, ലംബം എത്രയായിരിക്കും, √3. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഹൈറ്റ് കിട്ടി, അതായത് ലംബം കിട്ടി √3. ഇനി നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. 3 അളവും കിട്ടി അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഏതൊക്കെ കൂട്ടണം, 1 അതായത് പാദം, ലംബം √3, കർണം 2 = 1 + 2 3 + √3. അപ്പോൾ നമുക്ക് √3ൻ്റെ വാല്യൂ അറിയാം അല്ലേ, 1.732. അപ്പോൾ √3 എത്രയാണ്, 1.732. അപ്പോൾ = 3 + 1.732 = 4.732 മീറ്റർ അല്ലേ, മീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ട്രയാങ്കിളിൻ്റെ ലംബം കണ്ടുപിടിച്ചു, അതിനുശേഷം 3 വശം കൂട്ടി പെരിമീറ്റർ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചോദ്യം, ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ. ഈ മുഴുവൻ ട്രയാങ്കിളിനേക്കാളും എത്ര കുറവാണ്, ഇതിൻ്റെ പെരിമീറ്റർ എത്ര കുറവാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ എഴുതാം പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. പെരിമീറ്റർ എത്ര വരും, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഇതെത്ര വരും, ഇത് മൊത്തം 2 മീറ്റർ ആണുള്ളത് അല്ലേ. അപ്പോൾ 2 + 2 + ഇവിടെയും 2 = 6 മീറ്റർ. ഇനി എത്രയാണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് ഓഫ് പെരിമീറ്റർ ഇതെത്ര ഉണ്ട്, 6 മൈനസ് 4.732. അപ്പോൾ ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ കുറക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഈ സമയത്ത് തെറ്റ് വരുത്തി വെക്കാം. 6, അപ്പോൾ 6ൻ്റെ അടിയിൽ തന്നെ നമ്മൾ 4 എഴുതണം, 4.732 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 6 കഴിഞ്ഞിട്ട് ഒരു 3 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് മൈനസ് ചെയ്യാം. നമ്മൾ സാധാരണ മൈനസ് പോയിൻ്റെ പോലെ 8 4 6 8 2 1 അല്ലേ, 1.268. ഇതാണ് ഇവരുടെ പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ്, = 1.268 മീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, 4 ട്രയാങ്കിളുകൾ, അതായത് തുടർച്ചയായി ഇങ്ങനെ മട്ടത്രികോണങ്ങൾ ഇങ്ങനെ വരച്ചു പോകുന്നു അല്ലേ. അതിന് നമുക്ക് അളവുകൾ തന്നിട്ടുണ്ട്, 1 മീറ്റർ 1 മീറ്റർ ഇങ്ങനെ അളവുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിൾ. അതായത് ഇങ്ങനെ നമ്മൾ വരച്ച് പോവുകയാണെങ്കിൽ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓരോ വശങ്ങളുടെ അളവുകൾ എത്രയായിരിക്കും. ഇത് നമുക്ക് 1ാമത്തെ ട്രയാങ്കിളാക്കി എടുക്കാം. ഇത് 1ാമത്തെ ട്രയാങ്കിൾ, ഇത് 2ാമത്തെ ട്രയാങ്കിൾ, ഇത് 3, ഇത് 4. ഇങ്ങനെ 10ാമത്തെ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, ആ ബന്ധം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 1ാമത്തെ ട്രയാങ്കിൾ എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ 2 അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ലംബം തന്നിട്ടുണ്ട്, പാദം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഹൈപ്പോട്ടിനസ് അല്ലേ, കർണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കർണം കണ്ടുപിടിക്കാം. അതായത്
എച്ച് സ്ക്വയർ സീക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സീക്വൽ ടു 1 സ്ക്വയർ 1 തന്നെ 1 + 1 സീക്വൽ ടു 2. അപ്പോൾ എച്ചിൻ്റെ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ കിട്ടി നമുക്ക് 2. അങ്ങനെയാണെങ്കിൽ എച്ച് എത്രയായിരിക്കും? എച്ച് ഈസ് ഈക്വൽ ടു √2. അപ്പോൾ ഇതിൻ്റെ കർണം നമുക്ക് കിട്ടി √2. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം. സെക്കൻഡ് ട്രയാങ്കിൾ. അതിൽ അപ്പോൾ നമുക്ക് ലംബം കിട്ടി √2, ഇത് 1 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കർണം കണ്ടുപിടിക്കാമല്ലോ. കർണം കണ്ടുപിടിക്കാം. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ വശത്തിൻ്റെ നീളം 1 സ്ക്വയർ പ്ലസ് ഇതെത്രയാണ്? √2 അല്ലേ? √2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 തന്നെ, √2ൻ്റെ സ്ക്വയർ 2, അത് 1 + 2 3. അപ്പോൾ എച്ച് എത്രയായിരിക്കും? √3. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഈ കർണത്തിൻ്റെ നീളം കിട്ടി √3. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിൾ എടുക്കാം. തേർഡ് ട്രയാങ്കിൾ. അതിൻ്റെ അപ്പം നമുക്ക് ഈ √3 എന്ന് പറയുന്നത് ഇതിൻ്റെ ലംബമാണ് അല്ലേ? മൂന്നാമത്തേൻ്റെ ലംബം √3, ഇത് 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കർണം കാണാമല്ലോ. എച്ച് സ്ക്വയർ സീക്വൽ ടു 1 സ്ക്വയർ പ്ലസ് √3ൻ്റെ സ്ക്വയർ സീക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 തന്നെ പ്ലസ് √3ൻ്റെ സ്ക്വയർ 3 സീക്വൽ ടു 4. എച്ച് സ്ക്വയർ 4 ആകുമ്പോൾ എച്ച് എത്ര വന്നു? √4. ഇനി നമുക്ക് അടുത്ത് നാലാമത്തെ ട്രയാങ്കിൾ നോക്കിയാൽ ഫോർത്ത് ട്രയാങ്കിൾ. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു √4 അല്ലേ? അപ്പോൾ √4. അപ്പോൾ √4 സ്ക്വയർ സീക്വൽ ടു 1 സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെ, √4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 1 + 4 5. അപ്പോൾ എച്ച് സ്ക്വയർ 5 ആകുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു √5. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10ാമത്തെ ത്രികോണത്തിൻ്റെ അളവുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 10ാമത്തെ ത്രികോണത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ നോക്കിയേ, ഇവിടെ എല്ലാ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ബേസുകൾ എത്രയാണ്? സെയിം തന്നെയാണ് അല്ലേ? അതായത് ബേസ് ഇവിടെ കോമൺ ആണ്, 1 തന്നെയാണ്, 1 മീറ്റർ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബേസ്. ഇനി നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് അല്ലേ? ലംബം നോക്കിയേ, 1ാമത്തെ ത്രികോണത്തിൻ്റെ ലംബം എത്രയാണ്? 1. രണ്ടാമത്തതിൻ്റെ √2, 3ൻ്റേത് √3, 4ൻ്റേത് √4 അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. അതായത് ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ പോകുന്നത്? 1ാമത്തതിൻ്റെ 1, രണ്ടാമത്തേൻ്റെതോ √2, മൂന്നാമത്തേൻ്റെത് ഇതിൻ്റെത് √3 അല്ലേ? √3. 4ൻ്റെ നമ്മൾ നോക്കിയപ്പോൾ √4. 1 എന്ന് പറഞ്ഞാൽ √1 ആണ് 1 അല്ലേ? അപ്പോൾ √1, √2, √3, √4 അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാമത്തേൻ്റെ എത്ര വരും? √10. അപ്പോൾ 10ാമത്തെ ത്രികോണത്തിൻ്റെ ബേസ് 1 തന്നെ ആയിരിക്കും, ആൾട്ടിറ്റ്യൂഡ് √10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കർണം അല്ലേ, ഹൈപ്പോട്ടനസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് 10th ട്രയാങ്കിൾ, 10ാമത്തെ ട്രയാങ്കിൾ ഒന്ന് നോക്കാം. അതിൻ്റെ ബേസ് എത്രയായിരിക്കും? ബേസ് 1, ആൾട്ടിറ്റ്യൂഡ് √10 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് √10ൻ്റെ സ്ക്വയർ സീക്വൽ ടു 1 പ്ലസ് √10ൻ്റെ സ്ക്വയർ 10. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു √11. അപ്പോൾ നമുക്ക് 10ാമത്തേൻ്റെ എച്ച് കിട്ടി, ഹൈപ്പോട്ടനസ് കിട്ടി √11 മീറ്റർ. അപ്പോൾ 10ാമത്തേൻ്റെ എല്ലാ അളവുകളായല്ലോ. അപ്പോൾ എഴുതാം, അതിൻ്റെ ബേസ് 1, ആൾട്ടിറ്റ്യൂഡ് √10, ഹൈപ്പോട്ടനസ് √11. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ഞാൻ അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഹൗ മച്ച് മോർ ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി 9th ട്രയാങ്കിൾ? അതായത് 9ാമത്തെ ട്രയാങ്കിളിനേക്കാൾ എത്ര കൂടുതലായിരിക്കും, പെരിമീറ്റർ കൂടുതലായിരിക്കും 10ാമത്തെ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 10ൻ്റെ പെരിമീറ്റർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 10ാമത്തെ ട്രയാങ്കിളിലെ പെരിമീറ്റർ സീക്വൽ എന്ത് വരും? എല്ലാം കൂടി കൂട്ടാം അല്ലേ? ബേസ് എത്രയാണ്? 1, ആൾട്ടിറ്റ്യൂഡ് √10, കാരണം നമ്മൾ കണ്ടുപിടിച്ചു √11. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടാൻ കഴിയില്ല അല്ലേ? ഇതിൻ്റെ വാല്യൂ അറിയില്ല, അതുകൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് എന്ത് വേണം? 9ൻ്റെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? 9ൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം?
9ൻ്റെ എല്ലാ അളവുകളും അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് 9th ട്രയാങ്കിൾ നോക്കാം. അതിലെന്താ അളവൊക്കെ അറിയാം? നമുക്കറിയാം ബേസ് എല്ലാവരും കോമൺ തന്നെയാണ് അല്ലേ? അപ്പോൾ ബേസ് 1 ഇനി ആൾട്ടിറ്റ്യൂഡാ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1ന് √1, 2ന് √2, അതേ രൂപത്തിൽ 9ന് എത്രയായിരിക്കും? √9. അപ്പോൾ രണ്ടളവ് കിട്ടി. നമുക്ക് അതിൻ്റെ h കണ്ടുപിടിക്കാം, ഹൈപ്പോട്ടസ് കണ്ടുപിടിക്കാം. h² = 1² പ്ലസ് √9ൻ്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് √9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 = 10. അപ്പോൾ h² = 10. അങ്ങനെയാണെങ്കിൽ h = √10. ഇനി അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ = ബേസ് 1 പ്ലസ് ആൾട്ടിറ്റ്യൂഡ് √9 പ്ലസ് ഇത് √10 അല്ലേ? അതായത് 1 പ്ലസ് √9 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് √10. അപ്പോൾ 9ൻ്റെ പെരിമീറ്റർ ഇത്, 10ൻ്റെ പെരിമീറ്റർ ഇത് അല്ലേ? നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഡിഫറൻസ് ഓഫ് പെരിമീറ്റർ = വലുത് ഇതാണ് അല്ലേ? 10ൻ്റെതാണ് വലുത്, വലിയ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതാം. അതിൻ്റെ 1 പ്ലസ് √10 പ്ലസ് √11, അതിൽ നിന്ന് ഇത് കുറയ്ക്കണം, ഇത് കുറയ്ക്കണം അല്ലേ? മൈനസ് ഇതാണ് മൊത്തം പെരിമീറ്റർ അല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ പെരിമീറ്റർ. 1 പ്ലസ് 3 പ്ലസ് √10 = 1 പ്ലസ് √10, അതേ രൂപത്തിൽ എഴുതുന്നു, √11. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മൈനസ് ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഓരോന്നിനും വിളിക്കുക അല്ലേ? അപ്പോൾ -1 ആയി, -3 ആയി, -√10 ആയി. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ചിഹ്നങ്ങൾ നോക്കാം. ഇവിടെ നോക്കിയാൽ 1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. രണ്ടേ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ പ്ലസ് √10 ഉണ്ട്, -√10 ഉണ്ട്. അതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇനി ഏതാ ബാക്കിയുള്ളത്? പ്ലസ് √11 -3 അല്ലേ? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതേ രൂപത്തിൽ തന്നെ ഉത്തരം എഴുതാൻ മതി. √11 -3 മീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ് √2 cm ആൻഡ് √3 cm? ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ദാൻ ദി ഹൈപ്പോട്ടനസ്? അതായത് ലംബവശങ്ങൾ, രണ്ട് വശങ്ങൾ, ലംബവശങ്ങൾ √2 √3 cm ആണ്. അങ്ങനത്തെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് എത്രയാണ്? കർണം എത്രയാണ്? പിന്നെയോ ഈ ലംബവശങ്ങൾ അത് കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മട്ടത്രികോണം അങ്ങോട്ട് വരയ്ക്കാം. ഇതിൻ്റെ ലംബവശങ്ങൾ അല്ലേ? ഇതാണ് കർണം. ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും. അപ്പോൾ ഇത് √2ഉം √3ഉം. നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത് കർണത്തിൻ്റെ വശം എത്ര, കർണത്തിൻ്റെ നീളം എത്രയാണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം കർണ² = പാദം² പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് h² = b² പ്ലസ് a² അല്ലേ? അപ്പോൾ h² = √2² പ്ലസ് √3² √2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2, √3ൻ്റെ സ്ക്വയർ 3 = 5. അപ്പോൾ h² 5 ആയി കഴിഞ്ഞാൽ h എന്തായിരിക്കും? √5. അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി √5 cm. ഇത് സെൻറ്റിമീറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇനി ചോദിച്ചിട്ടുള്ളത് ലംബവശങ്ങൾ ഇത് രണ്ടും, ഇതിൻ്റെ തുക ഈ കർണത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, ഇത് തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് അല്ലേ? അത് ലംബവശങ്ങളുടെ തുക. ഈ രണ്ട് കൂട്ടിയാൽ പറയാം √2 പ്ലസ് √3. അപ്പോൾ √2 പ്ലസ് √3 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് √5 എന്ന് എഴുതരുത്, √5 അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? √2ൻ്റെ വില നമുക്കറിയാം, √3ൻ്റെ വില അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ √2ൻ്റെ വില √2 1.414 അല്ലേ? 414. √3 എത്രയാണ്? 1.732 അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. 6, 4, 1, 3. ആ 3.146 = 3.146 സെൻറ്റിമീറ്റർ.
ഇതാണ് ഈ രണ്ട് വശങ്ങളും കൂടി കൂട്ടി കിട്ടുന്ന നീളം. ഇനി ഈ കർണത്തിൻ്റെ നീളമായി എത്ര വ്യത്യാസം ഉണ്ടെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ എപ്പോഴും ഈ രണ്ട് വശങ്ങളും കൂടി കൂട്ടി കിട്ടുന്ന നീളമായിരിക്കും കൂടുതലുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഡിഫറൻസ് എത്ര വരും? ഇത് 3.146 മൈനസ് ഇതെത്രയാണ് നമുക്ക് കിട്ടിയത്? √5 അല്ലേ. √5 വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് √5 എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ 3.146 മൈനസ് √5 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഈ പാഠത്തിൽ വളരെ ചെറിയ വളരെ സിമ്പിളായൊരു പാഠമാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ